മുലൂക്കിയ വിളവെടുപ്പാണ്. മുലൂക്കിയ കൃഷിയുണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുലൂക്കിയ ചെടികൾ വളരെ മനോഹരമായിട്ട് വളർന്നിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചീരയും ഉണ്ട്. ഇവിടെ തക്കാളിയുണ്ട്. കുഞ്ചു ആ മിക്സി ഇട്ടാ ഇതേപോലെ കേക്ക് എടുക്കാം. നന്നാക്കി 2-3 വട്ടം കേക്ക് ഇതിന് പൂക്കളൊക്കെ ഇതിന് കുറച്ചുണ്ട്, അടിപൊളിയൊക്കെ ഉണ്ട്. ഇതൊക്കെ വിൽക്കുന്നതാണ്, നല്ല വിത്തുണ്ടാവും അതിന് പൂക്കളാവും അല്ലേ. ചെറിയ പൂക്കള് ഇത് നല്ല വിത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കേക്കിങ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഇത്ര ലോഡ് ചെയ്യാൻ പറ്റുമോ? ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, നല്ല ചതച്ച പച്ചമുളക്. ഈ പച്ചമുളക് ചതച്ചതിന് പകരം നമുക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ, എന്തായാലും മതി, കുഴപ്പമില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച മുലൂക്കിയല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്, ഈ അരച്ച് വെച്ച മുലൂക്കിയ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായി തിള വരുന്നത് വരെ നല്ല തിളപ്പിക്കുക. 2-3 പ്രാവശ്യമായിട്ട് നല്ലോണം തിളപ്പിക്കുക. പിന്നെ ഒരു ഇലയില്ല, അധികം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ കൂടെ എന്തും ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യുക, കുക്കറിലിട്ടാണ്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങിയ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ തൂന മീറ്റില്ലേ, തൂന മീറ്റ് അത് ആഡ് ചെയ്യുക. ബീഫ് ഉണ്ടാക്കിയതായാലും മതി, എന്തും ഇതിലേക്ക് ചേരും. ആഡ് ചെയ്തിട്ട് നല്ല പച്ച കളറിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളെ ചീരയൊക്കെ കുറച്ച് തിളക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് കളർ മാറിപ്പോവില്ലേ, ചീര മുരിങ്ങയൊക്കെ. ഇതങ്ങനെയൊന്നും ആവില്ല, നല്ല പച്ച കളറിലാണ് ഈ കറിയുള്ളത്. പക്ഷേ ഒരു കൊഴുപ്പ് ഇകാരം കേട്ടോ. നമ്മളെ ഇതില്ലേ ചെമ്പരത്തിത്താളി അതേക്കെ പോലെ നല്ല കൊഴുപ്പാണ്. സൗദികൾ പിന്നെ അത് ഉണക്കി പൊടിച്ചുകൊണ്ട് പോലെ കറി വെക്കും. ഉണക്കി പൊടിച്ച് എങ്ങനെ ഉണ്ടാക്കത് കുബൂസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ചിക്കനും കൂട്ടി കഴിക്കുക, ബീഫും കൂട്ടി കഴിക്കുക, എല്ലാം ചെയ്യുക. കുറച്ച് ലൈമൂണും പിഴിഞ്ഞുകൊണ്ട് നല്ല അടിപൊളി സാധനം കേട്ടോ. ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാവും. ഇപ്പം ഇതിവിടെ നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളിത് ഇവിടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. കൂട്ടിയിട്ട് നമ്മൾ പിടിക്കുക. ഓക്കെ, ഇനി കോഴിൻ്റെ കഷ്ണം ഇത് കൂട്ടണമെങ്കിൽ ചോറിൻ്റെ പീസ് ഇട്ടിട്ട് വെക്കുക.
കോഴിക്കറി ആയാലും മതി, മീൻ ഫിഷ് ആയാലും മതി കേട്ടോ, എന്തായാലും മതി. ഇങ്ങനെ കൊളുത്തോണ്ടിരിക്കുന്നുണ്ട്, അതിങ്ങനെ കൊളുത്ത സാധനമാണ്. ഇത് കിട്ടാൻ കുറച്ച് ഇങ്ങനെ പിടിക്കാകുമ്പോൾ വൈദ്യൊക്കെ പോകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ആണിത്. സൗദി അറേബ്യയിലൊക്കെ ആരെയുള്ളവർ അവിടുന്ന് വിത്ത് കൊണ്ടുവരാൻ പറയാം, നമുക്ക് ഇവിടുന്ന് പാകി ഇതേപോലെ ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഓക്കെ.